കേരളത്തിന്റെ തെക്കേ അതിർത്തിയാണ് കളിയിക്കാവിള. കേരളത്തിന്റെ തെക്കേ അതിർത്തി കളിയിക്കാവിളയാണ്. തെക്കേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തെ നഗരസഭ നെയ്യാറ്റിൻകര തന്നെയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്കും തെക്കേ അറ്റത്തെ നഗരസഭയും നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. അതുപോലെ തന്നെ തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്തും പാറശാലയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയും തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്തും പാറശാലയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലം നെയ്യാറ്റിൻകര. അതുപോലെ തന്നെ തെക്കേ അറ്റത്തെ താലൂക്കും നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തെ നഗരസഭയും നെയ്യാറ്റിൻകര തന്നെയാണ്. തെക്കേ അറ്റത്തെ വില്ലേജാണ് പാറശാല. തെക്കേ അറ്റത്തു കൂടി ഒഴുകുന്ന നദിയാണ് നെയ്യാർ. കേരളത്തിന്റെ തെക്കേ അറ്റത്തു കൂടി ഒഴുകുന്ന നദിയാണ് നെയ്യാർ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അണക്കെട്ട് നെയ്യാർ ഡാമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അണക്കെട്ട് നെയ്യാർ ഡാമാണ്. കേരളത്തിന്റെ വടക്കേ അതിർത്തിയാണ് മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേ അതിർത്തി മഞ്ചേശ്വരമാണ്. വടക്കേ താലൂക്ക്, കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള താലൂക്ക് കാസർഗോഡാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള താലൂക്ക് കാസർഗോഡാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് കൂടെ ഒഴുകുന്ന ഏറ്റവും വടക്ക് ഭാഗത്ത് കൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് കൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളമാണ്. കേരളത്തിലെ ആദ്യ അക്വാ ടെക്നോളജി സമുച്ചയം പിരപ്പൻകോടാണ്. കേരളത്തിലെ ആദ്യ അക്വാ ടെക്നോളജി സമുച്ചയം പിരപ്പൻകോടാണ്. കേരളത്തിലെ ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് ആലുവയിലാണ്. കേരളത്തിലെ ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് ആലുവയിലാണ്. കേരളത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിൽ ആരംഭിച്ച ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. കേരളത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിൽ ആരംഭിച്ച ആദ്യ അക്വാ ടെക്നോളജി പാർക്ക് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ. പൂർണ്ണമായി വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ റെയിൽവേ വാഗൺ നിർമ്മാണ യൂണിറ്റ് ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യ റെയിൽവേ വാഗൺ നിർമ്മാണ യൂണിറ്റ് ചേർത്തലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലവും എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നേര്യമംഗലത്തും കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ചിന്നാറിലുമാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയും കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരുമാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളവും എന്നാൽ ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയുമാണ്.